വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ BTC അഥവാ ബിറ്റ് കോയിനിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓൾ ടൈം ഹൈനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ വന്ന് ഒരുപാട് തവണ വന്നിട്ട് മാർക്കറ്റ് റിജക്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ താഴോട്ടേക്ക് വരുന്ന മാർക്കറ്റും അവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ തന്നിട്ടാണ് അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാൻ കാരണം ഈ ഒരു ക്യാൻഡിൽ വന്ന് എടുത്തു പോയ സപ്പോർട്ട് ആയതുകൊണ്ടാണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിലുള്ളത്. ഇനി നമുക്ക് ഫോർ അവറിലേക്ക് പോവാം. ഫോർ അവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ഏരിയ ആണ്. ഇവിടെ സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഇംബാലൻസ് ഏരിയ ആണ്. ആ ഒരു ഇംബാലൻസ് ഏരിയയെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഇപ്പോൾ ഫോർ അവറിൽ നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന് ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട്, മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് മൈനർ റെസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല, മുകളിലോട്ടൊന്ന് കയറിയിട്ട് വീണ്ടും താഴോട്ടേക്കാൻ ഇറങ്ങി വരും. അപ്പോൾ അതിനെന്തായാലും ചെറുതായിട്ട് മൈനറായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. സ്കാൽപ്പിംഗ് ചെയ്യാനോ മറ്റോ കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഫോർ അവറിൽ ഇംബാലൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓൾറെഡി മുകളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫോർ അവറിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സപ്പോർട്ട് എടുത്ത് പോയൊരു ഏരിയ ആണ്. അതായത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയനെ ഒന്നുകൂടി ഫോർ അവറിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഫോർ അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് വല്ലതും വൺ അവറിലുണ്ടോ എന്നുള്ളത് നോക്കാം. വൺ അവറിൽ നോക്കുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് തന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഒരു ക്ലിയർ ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് നല്ലോണം താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു ഏരിയയെ നമ്മൾ ബ്രേക്ക് ഔട്ട് തന്ന ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ട്രസ്റ്റ് ചെയ്ത്, അതായത് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷമാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫോർ അവറിലും വൺ ഡേയിലൊക്കെ മാർക്ക് ചെയ്തതാണ്. പക്ഷെ അത് വലിയൊരു ഏരിയ ആയതുകൊണ്ടാണ് വൺ അവറിന് ചെറിയൊരു ഏരിയ സെലക്ട് ചെയ്തെടുത്തത്. സപ്പോർട്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് വന്നിരിക്കുകയായിരുന്നു. ഇത് നോക്കുകയാണെങ്കിൽ മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി വൺ അവറിന്റെ ഒരു എൻട്രി സാധ്യതകൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും നല്ലൊരു വീഴ്ചയാണ് കാണിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോളിനൊരു സാധ്യതയാണ് 50 മിനിറ്റ്സിൽ കാണിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു ട്രേഡ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് നിൽക്കുന്നത് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. നോക്കിയാൽ കാണാം, ഇവിടെ 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 അതുപോലെ ഇവിടേക്ക് വന്ന് മാർക്കറ്റ് പലതവണ ആ ഏരിയയുടെ അടുത്തേക്കും അല്ലെങ്കിൽ ആ ഏരിയയിലും വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് 50 മിനിറ്റ്സിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് മുകളിൽ പോയിട്ട് വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിലോട് കൂടി ഇതുപോലെ ഒരു മൊമെന്റം ക്യാൻഡിലോട് കൂടി വരികയാണെങ്കിൽ അവിടുന്ന് ഒരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ സെൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്ക് വരാം. വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ 94 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. 94,000 വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക 50 മിനിറ്റ്സിൽ. ഇനി ഒരു ബൈ എൻട്രി ചാൻസ് നോക്കാം. ബൈ എൻട്രി ചാൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഹൈ ബ്രേക്ക് എങ്ങനെ ചെയ്യണം, നല്ലൊരു ക്യാൻഡിലോട് കൂടി ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് വരെയാണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇംബാലൻസ് വരെയാണ്. കൂടിപ്പോയ റെസിസ്റ്റൻസ് വരെ കിട്ടും. അങ്ങനെയാണ് ഇവിടെ എത്തിയതിനു ശേഷം മാർക്കറ്റ് ഒരിക്കൽ കൂടി നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ, എക്സ്പെഷ്യലി ഈ ഇംബാലൻസിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊരു പക്ഷേ ഈ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അവിടെ വന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറുകയാണ്. അതായത് വലിയൊരു ക്യാൻഡിൽ കൺഫർമേഷനോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ കൺഫർമേഷനോ ഉണ്ടെങ്കിൽ വീണ്ടും ബൈ എടുക്കാം. ആ ഒരു ബൈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ബൈ എൻട്രി ചാൻസ് ഉണ്ട്. അതുപോലെ സെൽ എൻട്രി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക.
ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് 94ന് താഴെയൊക്കെ വീഴാൻ സാധ്യത കാണുന്നുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങി 92 അതുപോലെ 90 വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ പെട്ടെന്ന് എന്നിരുന്നാലും സെല്ലിന് വേണ്ടി മാത്രം നോക്കാതിരിക്കുക. കാരണം ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളുണ്ട്. 1 അവറിൻ്റെ ഉണ്ട്, 4 അവറിൻ്റെ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളുണ്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ വന്ന് ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും മുകളിലോട്ട് പോയിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എനിവേ കൃത്യമായ ഏരിയാസിൽ കൃത്യമായ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഓടിച്ചാടി കയറി ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ BTCയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.